അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റ് ഇന്ന് ഉണങ്ങും കേട്ടോ. സൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. കാളിയാറാട്ടോ സൈറ്റ് തന്നെ. കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്. കണ്ടോ, എൻ്റെ പുറകെ കാണുന്നത് കണ്ടോ, ഇത് ഓടിൻ്റെ സൈറ്റ് കേട്ടോ. ചൈന ഓടിൻ്റെ സൈറ്റ്. ഇത് ഫ്രണ്ടിൽ ഓടും ബാക്കിൽ ഷീറ്റും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യണം. ഫ്രണ്ടിൽ ഓടും ബാക്കിൽ ഷീറ്റുമാണ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിനത് കോസ്റ്റ് കുറയ്ക്കാനും പിന്നെ നമുക്ക് ഈ താഴ്ന്നു വരുന്ന സ്ഥലങ്ങളിലേക്ക് ആയതുകൊണ്ട് ബാക്കിൽ തുണി ഉണങ്ങാനും ഇതിനെല്ലാം സ്പേസ് കിട്ടാൻ വേണ്ടി എല്ലാവരും അങ്ങനെയാണ് ചെയ്യണത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഡെമ്മി പോലെ ഓടും കാര്യങ്ങളെല്ലാം വെച്ച് ബാക്കിലോട്ട് ഷീറ്റും കേട്ടോ പിന്നെ. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സൈറ്റാണ് ഇതും. ഇതിൻ്റെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് വ്യൂ കിട്ടണമുണ്ട്. അതിൻ്റെ ഇതനുസരിച്ച് രണ്ട് സൈഡിൽ നിന്നും ഓട് വരുന്നുണ്ട്. നമ്മൾ പൈപ്പെല്ലാം ഇറക്കി കണ്ടോ, പൈപ്പെല്ലാം ഇറക്കി നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വെളുപ്പിനൊന്നും തുടങ്ങിയോണ്ട് ലൈറ്റിക്കാൻ വെച്ചാണ് അടിക്കണത്. രാത്രി ഇരുട്ടായതിൻ്റെ ഇപ്പം വെട്ടം അങ്ങനെ വലിയ കാര്യമായിട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ടാണ് അടിക്കണത്. ഇതുണ്ട് നമ്മൾ 3 പൈപ്പാട്ടോ എടുത്തേക്കണേ. കഴിക്കോലെല്ലാം 3 പൈപ്പ്. പട്ടിക 1 ഇഞ്ച് പട്ടിക. പിന്നെ അടിപ്പട്ടിയായിട്ട് നമ്മൾ കൊടുത്തേക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ചിലവർ അടിപ്പട്ടിക കൊടുക്കും, ചിലവർ അടിപ്പട്ടിക സെയിം പട്ടിക തന്നെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പലരും കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന 1 ഇഞ്ച് പട്ടികയാണെങ്കിൽ ഓടിൻ്റെ ഒരു സെറാമിക് കൊണ്ട് 1 സെൻറ്റ് പൊക്കം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പൊക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ലെവൽ കിട്ടാൻ വേണ്ടി, അതായത് എല്ലാ ഓടും ഒരേ ലെവലിന് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളെല്ലായിടത്തും എല്ലാ സൈറ്റിലും തന്നെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ സൈറ്റ് തന്നെ. ഈ എയുടെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ നേരെ അങ്ങേയറ്റം വരെ കൊടുക്കും കേട്ടോ. അങ്ങേയറ്റം വരെ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു എ ഉണ്ട്, ഒരു എക്സ്റ്റെൻറ്റ് അങ്ങോട്ടേ ഒരു തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ടുണ്ട്. ഈ ഇവിടുന്ന് നമ്മൾ ഈ ഒരു പ്രദേശം മൊത്തം അവിടെ നിന്ന് ആ എ ഉണ്ട്, ഒരു പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലോട്ട് ആ ഒരു ലെവലിന് ആ എനേക്കാളും പൊങ്ങിയാണ് ഈ എ ഇരിക്കുന്നത്, ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്ന ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ എയും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ വന്ന്, ഇത് സ്റ്റെയർ റൂം ആട്ടോ, ഇതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഇവിടെ ഉണ്ട് ഒരു അഡീഷണലൊരു എ വരുന്നുണ്ട്. അതും കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ നിന്ന് നിന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ട് ബാക്കിൽ, അത് ടാങ്കാട്ടോ. അതായത് PVC ടാങ്കൊന്നും അല്ലാതെ തന്നെ കോൺക്രീറ്റിൻ്റെ ടാങ്ക് വയ്ക്കാനുള്ള ഒരിതാണത്. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടു, അവിടെ നിന്ന് ആ ഒരു ഫില്ലർ കണ്ടോ, ഈ കിട അവിടെ തൊട്ട് ആ ഒരു ലെവലിൻ്റെ അവിടെ തൊട്ട്, അതായത് ആ ഒരു ലെവലിങ്ങനെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഫുള്ള് ഷീറ്റിടാനുള്ളതാണ്. അപ്പോൾ അത്രയും സ്ഥലങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ലുക്കാവും സംഭവം ചെയ്ത് കഴിയുമ്പോഴേ. ഒത്തിരി ഈ പാരപ്പറ്റിനോട് ചേർന്ന് തന്നെ നിൽക്കുമ്പോഴത്തേനും ഹൈറ്റില്ലല്ലോ, നമുക്ക് ഉപയോഗിക്കാൻ ഒത്തിരി സ്ഥലങ്ങൾ കുറഞ്ഞു വരില്ല. പക്ഷേ ഇതിന് ഉപയോഗിക്കാൻ ഒത്തിരി ഏരിയകൾ കിട്ടും. അത്യാവശ്യം നല്ല ഇതാണ്, വലിയ വീടായതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ ഒത്തിരി ഏരിയകൾ കിട്ടും. നമ്മൾ എന്നാണെങ്കിലും പൈസ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഏരിയ. പിന്നെ അതിൻ്റെ നടുക്ക് ആ ഒരു പോർഷൻ മുന്നോടുത്ത് കിളിവാതിൽ ഒരെണ്ണം വരും. 2 കിളിവാതിലുണ്ട്. കിളിവാതിലെ പൂച്ചക്കൂട് അങ്ങനെ പലതും പറയും, അതുണ്ട്. അതൊക്കെയാണ് ഈ സൈഡിലെ വിശേഷങ്ങൾ. നമ്മളിന്ന് പണി തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് പാത്തി കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിൽ ഈ ഷീറ്റിന് മാത്രമായിട്ട് പാത്തിയുള്ളൂ. ബാക്കി ഇത് കണ്ടോ, ഇവിടെയുള്ള ഏരിയകളിലെല്ലാം അങ്ങനെയുള്ള സ്ഥലത്ത് ആ പൈപ്പ് കൊടുത്തിട്ട് അവിടെയുള്ള എല്ലാം നമ്മൾ മേസ്തിരിമാർ ചെയ്തോളാമെന്നല്ല പറഞ്ഞേക്കണം. അവിടെ പാത്തി പോലെ പിടിപ്പിച്ച് അതുപോലെ ചെയ്തിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്തെങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേസ്തിരിമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലയിടത്തും ഈ കമ്പി കട്ട് ചെയ്ത് കളയാറുണ്ട്. ഈ പരിക്കിനിട്ട് കഴിയുമ്പോഴേ ഏടെ കമ്പി കട്ട് ചെയ്ത് കളയാറുണ്ട്. നമ്മളിവിടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ കമ്പിയൊന്നും കട്ട് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അത്രയും സ്ട്രോങ് ആവുകയും ചെയ്യാം. ഇത് കൂട്ടി പട്ട അടിച്ചാൽ മതിയല്ലോ. നമ്മൾ വാർക്കയിലും കോൺക്രീറ്റിലെല്ലാം പട്ടയാണല്ലോ അടിക്കണേ. അപ്പോൾ അത് കൂട്ടി പട്ട അടിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൻ്റെ അത് നമ്മളതും അത് അവരുടെ അടുത്ത് പറഞ്ഞു അത് കമ്പി കട്ട് ചെയ്യണ്ട, നമ്മൾ പട്ട അടിച്ചതിന് ശേഷം ബാക്കി അതിൻ്റെ മുകളിലോട്ട് വരുന്ന സ്ഥലം നമ്മൾ കട്ട് ചെയ്യാമെന്നു കണ്ടോ. ഇവിടെ ഒരു ചെറിയ ചുരുകൂടി വന്നിട്ട് കണ്ടോ. അങ്ങനെ ബോർഡർ പൊക്കിയിരിക്കണതുകൊണ്ട് നമുക്ക് അടിപ്പട്ടിക കൊടുത്താലും അടിപ്പട്ടിക ഒരു 6 ഇഞ്ച് 7 ഇഞ്ചോളം, 6 ഇഞ്ചല്ല ഒരു 8 ഇഞ്ചോളം മുകളിലോട്ട് പൊക്കി കൊടുത്തിട്ട് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് ഗ്യാപ്പ് ഫ്രണ്ടിൽ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിരണല്ലോ പാത്തി കൊടുക്കാൻ വേണ്ടി, അതായത് കോൺക്രീറ്റിൽ തന്നെ പാത്തി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പൈപ്പ് വഴി
വെള്ളം താഴെ ഇറക്കാൻ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുതിയ സൈറ്റ് നേരത്തേന് നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോകളും ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വീഡിയോകളെല്ലാം ഈ സൈറ്റിലെ വീഡിയോകളെല്ലാം നമ്മൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് പറഞ്ഞു തരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.